തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. തുടക്കം DA ആണെങ്കിലും ഒടുക്കം DA ആയിരിക്കണമെന്നില്ല. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും കേരളത്തെ സ്നേഹിക്കുന്ന പൊതുസമൂഹവും നിർബന്ധമായും കണ്ടിരിക്കേണ്ടുന്ന ഒരു വീഡിയോ ആണിത്. ഞാൻ ഇത്രയും ഉത്തരവാദിത്വത്തോടെ പറയുന്നത് എന്താണ് കഴിഞ്ഞ 10-25 വർഷക്കാലം 10-30 വർഷക്കാലമായി കേരളത്തിലും രാജ്യത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. ആഗോളവൽക്കരണമൊക്കെ എല്ലാ സ്ഥലത്തും വന്നു. പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ വന്നു. ഒരുപാട് കാര്യങ്ങൾ രാജ്യത്ത് വന്നു. പക്ഷേ അതിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം DA കൊടുക്കുന്നില്ല. ഒരുപാട് ദിവസത്തെ 286 ദിവസത്തെയും 294 ദിവസത്തെ DRഉം ഒക്കെ ഒരുപാട് പെൻഡിങ് ഉണ്ട്. കോടതി ചെല്ലുമ്പോൾ കോടതിയിൽ സർക്കാർ തന്നെ പറയുന്നു ഇത് റൈറ്റ് അല്ല, ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറിൽ കിട്ടുന്നതാണ്, ഇതങ്ങനെ റൈറ്റ് അല്ല എന്ന് പറയുന്നു. അതൊരു സൂചന. പങ്കാളിത്ത പെൻഷൻ മറ്റൊരു സൂചന. അത് അഷ്യൂർഡ് പെൻഷൻ ആയാലും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് പോകുന്നില്ല. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. അത് അഷ്യൂർഡ് പെൻഷൻ എന്ന് പറഞ്ഞ് വേറൊരു ഉടായ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ സംവിധാനത്തിൽ പോസ്റ്റിങ്ങുകൾ വലിയ പ്രശ്നമാണ്. പക്ഷേ അപ്പോഴും PSC ചില തള്ളിമറിക്കലുകൾ PSC പറയാറുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ ചില തള്ളിമറിക്കലുകൾ വരാറുണ്ട്. കർണാടകത്തിൽ KSRTC പോലുള്ള സംവിധാനങ്ങളിൽ, കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പോലുള്ള സംവിധാനങ്ങളിൽ അവർ നേരിട്ടാണ് അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്. തമിഴ്നാട്ടിൽ അധ്യാപകർ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് അവരുടെ ബോർഡാണ്. പല സ്ഥലങ്ങളിലും പല കാരണങ്ങൾ കൊണ്ട് പല പല ബോർഡുകളും കോർപ്പറേഷനുകളുമാണ് അവിടെ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്. അത് അവിടുത്തെ PSC അപ്പോയിൻമെൻറ്റിൻ്റെ അക്കൗണ്ടിൽ വരാറില്ല. പക്ഷേ ആ അക്കൗണ്ടിൽ വരാത്ത കണക്കെടുത്തിട്ട് അവിടുത്തെ PSCയുടെ കണക്കെടുത്തിട്ട് കേരള PSC ഇവിടെ KSRTCക്കും മറ്റ് പലതിനും അഴിമതി ആയതുകൊണ്ട് ഭയങ്കരമായ കൊടിയ അഴിമതിയും പാർട്ടിക്കാരെയും ഏത് പാർട്ടി ഭരിച്ചാലും കുത്തിത്തിരികയാണ് ഓരോന്നോരോന്ന് PSCക്ക് വിട്ടത്. അങ്ങനെയാണ് PSCക്ക് ഇത്രയും ബേഡൻ വന്നത്, ഇത്രയും മെമ്പർമാർ വന്നതും അതുകൊണ്ടാണ്. അല്ല, ഇത്രയും വലിയ PSCയുടെ ഒന്നും ആവശ്യമില്ല, ഇത്രയും വലിയ ശമ്പളത്തിൻ്റെ ആവശ്യമില്ല. ഉത്തർപ്രദേശ് ഇതിനേക്കാൾ എത്ര വലിപ്പമുള്ളതാണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ, സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഉത്തർപ്രദേശിൻ്റെ എത്ര PSC മെമ്പർമാർ കണക്കൂട്ടി നോക്കണം, വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. ഇത്രയും PSC മെമ്പർമാരിൽ ഇത്രയും ശമ്പളമില്ല ആർക്കും. അപ്പോൾ ഇവിടെ ഇത് വന്നത് ഇതെല്ലാം കൂടി അവരെ കൊണ്ട് പമ്പ് ചെയ്തിരിക്കുന്നുണ്ടാണ്. അതിൻ്റെ കണക്കെടുക്കുമ്പോൾ കേരളം മുന്നിലാണെന്ന് പറയാം. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലെ ബോർഡുകൾ, മറ്റ് കോർപ്പറേഷനുകൾ അവർ കൊടുക്കുന്ന ജോലികളുടെ കൂടെ കണക്കെടുത്താൽ കേരളം മുന്നിലേ അല്ല. അതവിടെ നിൽക്കട്ടെ. അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ അതാണ് അതീവ ഗുരുതരമായ വിഷയം. പത്രങ്ങൾ ഉൾപ്പെടെ എഡിറ്റോറിയൽ വരെ എഴുതി കഴിഞ്ഞ ദിവസങ്ങളിൽ. ഒരു അസിസ്റ്റൻ്റ് കോളേജിൻ്റെ അസിസ്റ്റൻ്റ് പ്രൊഫസർമാരുടെ ലിസ്റ്റ് ഇട്ടു. ഒരാളെ പോലും അപ്പോയിൻ്റ് ചെയ്തില്ല. ആ ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടി വന്ന് കരയുകയാണ്. ഞാൻ 1ാം റാങ്ക് വാങ്ങി, കേരളത്തിൽ പഠിച്ച് ഞാൻ വളരെ കഷ്ടപ്പെട്ട്, എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചത് വളരെ കഷ്ടപ്പെട്ടാണ്. ഞാൻ കുഞ്ഞുനാളിൽ ഞാനും കൂടെ പണിയെടുത്തിട്ടാണ് പഠിച്ചത്. ലിസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ 1ാമതായി. പക്ഷേ ആ ലിസ്റ്റിൽ നിന്ന് ഒരാളെ പോലും എടുത്തിട്ടില്ല. ഒരാളെ എടുത്തിരുന്നെങ്കിൽ ഈ പെൺകുട്ടിക്ക് ജോലി കിട്ടുമായിരുന്നു. ഒരാളെ പോലും എടുത്തിട്ടില്ല. ലിസ്റ്റ് ക്യാൻസലായി. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടങ്ങളിലൊക്കെ കുത്തിത്തിരിക് പരിപാടികളാണ്. കൂടുതലും കോൺട്രാക്റ്റ് എംപ്ലോയീസിനെ എടുക്കുന്നു. എങ്ങനെ? ദിവസക്കരാറ്, ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞെടുക്കും. ഇനിയുണ്ട് വേറെയും കുത്തിത്തിരിപ്പുകൾ. സകല റോഡ് പണിയും മറ്റു കാര്യങ്ങളും പിന്നെ ഏകീകൃതമായ 1-2 ഏജൻസികൾക്ക് കൊടുക്കുന്നു. റോഡ് പണികൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയിലെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കൊച്ചിയിൽ സ്വകാര്യ ഏജൻസിയാണ് വാട്ടർ അതോറിറ്റിയുടെ മുഴുവൻ പ്രവർത്തനവും നടത്താൻ പോകുന്നത്. സുയസ് കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഓരോ മേഖല എടുത്താൽ, വാട്ടർ അതോറിറ്റി എടുത്താൽ, KSRTC എടുത്താൽ, ഇലക്ട്രിസിറ്റി ബോർഡ് എടുത്താൽ, അങ്ങനെ ഓരോ മേഖല എടുത്താൽ മുഴുവൻ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. സിഡ്കോയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി സർക്കാരിൻ്റെ പ്രോജക്റ്റുകൾ എടുക്കും, അത് ഔട്ട്സോഴ്സ് ചെയ്യും. മുഴുവൻ ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ പൊതുമേഖലയെ ഓരോ നിമിഷം കഴിയുന്തോറും കൊന്നുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ആ കൊല്ലുന്നതിൽ വലിയ ആവേശത്തിലാണ് ഇടതുപക്ഷ മുന്നണി എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ വികലത, ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത്. ഇതെല്ലാം പൊതുമേഖലയിൽ നിൽക്കണമെന്നും മോദിയും അവരിവരൊക്കെ വന്ന് പൊതുമേഖലയെ തകർക്കുന്നു എന്ന് പറയുന്ന LDFും CPMും CPIയും ഒക്കെയാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് ഒരു വല്ലാത്തൊരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ, ഇപ്പോൾ സ്വപ്നയെ അപ്പോയിൻ്റ് ചെയ്തു. സ്വപ്നയെ എങ്ങനെ അപ്പോയിൻ്റ് ചെയ്തത്? PSC അല്ല, എംപ്ലോയ്മെൻ്റ് അല്ല, കരാറല്ല, ഒന്നുമല്ല.
അത് ഒരു ഏജൻസിയിൽ നിന്നാണ് ആളുകളെ എടുക്കുന്നത്. അപ്പോൾ ഏജൻസി 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളമൊക്കെ ഫിക്സ് ചെയ്ത് ആളെ കൊടുക്കും. അവരും KPMG എന്ന് പറയുന്ന സ്ഥാപനം അവിടെ നിന്നാണ് ഇപ്പോൾ പിന്നെ കേരളത്തിൽ സാനിറ്റേഷൻ മിഷൻ്റെ കാര്യങ്ങൾ, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ മിഷനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മിഷനുകളും പ്രോജക്റ്റുകളുണ്ട്. ഒരു മനുഷ്യനും അറിയാതെ പോകുന്ന മിഷനുകളും പ്രോജക്റ്റ് പലതിൻ്റെയും പേര് പോലും ആരുടെടുത്തും പറയത്തില്ല. വണ്ടിയിൽ ബോർഡ് വെച്ചാൽ ഒരു മനുഷ്യനും അറിയത്തില്ല. അങ്ങനെ ഒരു 100 കണക്കിന് മിഷനുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മിഷനുകളിലേക്ക് ആളെടുക്കുന്നത് കൃത്യമായി എടുക്കുന്നത് ഇതുപോലെ KPMG പോലുള്ള ഏജൻസികളിൽ നിന്നാണ്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഒക്കെ നോക്കുകുത്തിയാണ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഓപ്പൺ കരാറും ഓപ്പണായിട്ടുള്ള പിന്നെ ഡെയിലി വേജസുകാരെ വിളിപ്പും ഗസ്റ്റ് പരിപാടിയും KPMG പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പൊതുമേഖല എന്ന് പറയുന്ന സംവിധാനം സിവിൽ സർവീസ് രംഗത്തെ അടിമുടി ഇല്ലാതാക്കുന്ന കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആവട്ടെ, കേരള ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയൻ ആകട്ടെ, ഞാൻ പേര് തന്നെ പറയുകയാണ്, കുറച്ച് ഉത്തരവാദിത്വം ആയിക്കോട്ടെ, NGO യൂണിയൻ ആകട്ടെ, NGO അസോസിയേഷൻ ആകട്ടെ, ഇനി STU ആകട്ടെ, AITCക്കാരുടെ KGF ആവട്ടെ, KGOA ആവട്ടെ, പിന്നെ എന്തായിക്കോട്ടെ, പിന്നെ ഇനി BMSൻ്റെ ആവട്ടെ, CPMൻ്റെ ആവട്ടെ, CPIയുടെ ആവട്ടെ, മുസ്ലിം ലീഗിൻ്റെ ആവട്ടെ, കേരള കോൺഗ്രസിൻ്റെ ആവട്ടെ, ആരുടെ സർവീസ് സംഘടനകളായാലും ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്ന കാരണവും കൂടി ഞാൻ പറഞ്ഞു തരാം. ഒരു മരണമുന്നണി വന്നാൽ ഇതിൻ്റെ മുൻനിര നേതാക്കൾ എല്ലാം എവിടെ ഇരിക്കും? ഏതെങ്കിലും മിഷനിൻ്റെ കൺസൾട്ടൻ്റായിട്ടോ ഹെഡുമായിട്ടോ കമ്പനിയായിട്ടോ ഇരിക്കും. മിനിമം കിലയുടെയും SIRയുടെ ഇപ്പോൾ ഇല്ലാതെ കിലയുടെ IMGയുടെ ഫാക്കൽറ്റി എങ്കിലും ആയിരിക്കും. എപ്പോഴും ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുകയായിരിക്കും. എനിക്ക് ഒത്തിരി ആളുകളെ അറിയാം. KGO നിന്ന് റിട്ടയറായി, ഗവൺമെൻറ്റിൽ നിന്ന് റിട്ടയറായി, KGOയുടെ വലിയ നേതാവായിരുന്നു. ഇപ്പോൾ പക്ഷേ അവർ ഏതെങ്കിലും സാനിറ്റേഷൻ മിഷൻ, കുടുംബശ്രീ മിഷൻ, അല്ലെങ്കിൽ ഹരിത കേരള മിഷൻ, അല്ലെങ്കിൽ പിന്നെ വനിതാ കമ്മീഷൻ, അല്ലെങ്കിൽ പിന്നെ വിമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ അവർ ഇരിക്കും. അത് NGO യൂണിയൻ്റെ നേതാക്കളായാലും NGO അസോസിയേഷൻ്റെ നേതാക്കളായാലും KGOയുടെ നേതാക്കളായാലും അവരവരുടെ ഭരണം വരുമ്പോൾ അവരവർ കയറിയിരിക്കും. അങ്ങനെ കയറിയിരിക്കുന്നത് കൊണ്ട് ഈ ചേട്ടന്മാർ കയറിയിരിക്കുന്നതുകൊണ്ട് അനിയന്മാർ വിചാരിക്കും നമ്മൾ നാളെ നമുക്ക് കയറാം, മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന ഭരണകൂടത്തിന് ഒത്താശ ചെയ്യുന്ന, കൃത്യമായി ഭരണവും സമരവും എന്ന കാഴ്ചപ്പാട് മാറി ഭരണം മാത്രമായി കുറച്ച് പേര് നടത്തുകയും ആ ഭരണത്തെ സപ്പോർട്ട് ചെയ്യുന്ന, എന്ത് തോന്നിയവാസം കണ്ടാലും അതിനെല്ലാം ട്വിസ്റ്റ് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന, ഇപ്പോൾ KGOയും NGO യൂണിയനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ? ഈ കഴിഞ്ഞ 10 വർഷമായി അവർ എന്തിനാണ് സമരം ചെയ്യുക? വല്ലപ്പോഴും ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചോ അല്ലെങ്കിൽ രാജ്ഭവൻ മാർച്ചോ നടത്തുന്നതിനപ്പുറം അവർ തിരുവാതിര നടത്തുന്നു. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻകാർ ലെജൻഡ് എന്ന് പറഞ്ഞ് ഡോക്യുമെൻ്ററി ഇറക്കുന്നു. അവർ പിന്നെ ഓണപ്പരിപാടി നടത്തുന്നു, ചികിത്സ ക്യാമ്പ് നടത്തുന്നു, ആഘോഷങ്ങൾ നടത്തുന്നു, പിന്നെ അതിദാരിദ്ര്യ വിമുക്ത കേരളത്തിൻ്റെ ക്യാമ്പയിനുകൾ നടത്തുന്നു. അങ്ങനെ രാഷ്ട്രീയമായ പാർട്ടികളുടെ ക്യാമ്പയിനുകൾ ഏറ്റെടുക്കണ്ട എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ അതിലുപരിയായി സർവീസ് രംഗം, കേരളത്തിലെ സർവീസ് രംഗം അനുദിനം മെരുങ്ങുന്നതും ഓരോ ആനുകൂല്യങ്ങളായി പിടിച്ചെടുക്കപ്പെടുന്നതും, ആനുകൂല്യങ്ങൾ റൈറ്റല്ല എന്ന് പറയുന്നതും അവകാശമല്ല എന്ന് പറയുന്നതുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് പരിഹരിക്കുക എന്ന് ഇവിടുത്തെ പൊതുജനസാമാന്യം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കേരളത്തിൽ ഈ പൊതുമേഖലയെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സർവീസ് സംഘടനാ രംഗത്തെ, സർവീസ് സേവന രംഗത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക, അതിൽ സർവീസ് സംഘടനകളുടെ റോൾ എന്താണെന്ന് വിലയിരുത്തുമ്പോഴാണ് DA പോലുള്ള കാര്യങ്ങളുടെ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ അതിൻ്റെ റിലവൻസ്, പ്രസക്തി വളരെ വലുതാകുന്നത്.